സ്കൈ ഫോഴ്സ് എന്നുള്ള സിനിമ കാണാൻ വേണ്ടിയിട്ട് ഐമാക്സ് വിത്ത് ലേസർ കൊച്ചിയിൽ വന്നിരിക്കുകയാണ്. ഇതൊരു ഒഫീഷ്യൽ ഐമാക്സ് കോപ്പ് റേഷ്യോ DMR സിനിമയാണ്. സ്കൈ ഫോഴ്സ് ഡയറക്റ്റഡ് ബൈ ഡെബ്യൂ ഡയറക്ടേഴ്സ് സന്ദീപ് കെൽവാനി ആൻഡ് അഭിഷേക് അനിൽ കപൂർ. രണ്ടുപേരും സ്ക്രിപ്റ്റ് റൈറ്റേഴ്സായിട്ടും അസോസിയേറ്റ് ഡയറക്ടേഴ്സായിട്ടൊക്കെ കുറേ നാളായിട്ട് ബോളിവുഡിലുള്ളതാണ്. കുറേ നല്ല ഹിറ്റ് സിനിമകളുടെയൊക്കെ ഭാഗമായിട്ടുള്ളവരാണ്. അവരുടെ ഡെബ്യൂ മൂവിയാണിത്. ഡെബ്യൂ മൂവിയാണെന്നുള്ളത് ഒരിക്കലും വിശ്വസിക്കില്ല. ഇതൊരു ഒഫീഷ്യൽ ഐമാക്സ് DMR സിനിമയും കൂടിയാണ്. കണ്ടത് ഞാൻ കൊച്ചി ഐമാക്സിലാണ്. ഐമാക്സ് എക്സ്പീരിയൻസ് എങ്ങനെയുണ്ടെന്നുള്ളത് ഞാൻ പിന്നീട് പറയാം. ആദ്യം തന്നെ സിനിമയെപ്പറ്റി. കുറേ നാൾക്ക് ശേഷം അക്ഷയ് കുമാറിൻ്റെ ഒരു നീറ്റ് സിനിമ കണ്ട്. ഇതിന് മുന്നേ അക്ഷയ് കുമാറിൻ്റെ ഒരു നീറ്റ് പടം കണ്ടതായിട്ട് എൻ്റെ ഓർമ്മയിൽ റസ്തം എന്നുള്ളൊരു സിനിമയാണ്. ഇതും തീർച്ചയായിട്ടും ബോളിവുഡ് വൽക്കരിക്കപ്പെട്ട റിയൽ ലൈഫിനെ ബേസ് ചെയ്ത് റിയൽ ലൈഫിലുണ്ടായിരുന്ന കുറച്ച് ക്യാരക്ടേഴ്സിനെ ബേസ് ചെയ്തിട്ടുള്ള സിനിമ തന്നെയാണ്. ഇത് ഫിക്ഷണൽ വേർഷൻ ഓഫ് എ റിയൽ ലൈഫ് ഇൻസിഡൻ്റ് ആണ്. ഫിക്ഷണൽ വേർഷൻ ഓഫ് എ റിയൽ ലൈഫ് സ്റ്റോറി എന്ന് കൂടെ പറയാം. ബോളിവുഡ് സിനിമ ഇറക്കുമ്പോഴല്ല അവരുടെ ഓഡിയൻസിനെ തൃപ്തിപ്പെടുത്തണമെങ്കിൽ കുറച്ച് സാധനങ്ങൾ വേണം. അതൊക്കെ ഇതിനകത്തും ഉണ്ട്. അതൊക്കെ മലയാളികളായാൽ നമുക്ക് നല്ല രീതിയിൽ ക്രിഞ്ചായിട്ട് തോന്നും. എസ്പെഷ്യലി ബോളിവുഡിൽ ഏതെങ്കിലും ഒരു സൗത്ത് ഇന്ത്യനെ കാണിക്കുമ്പോൾ സ്പെഷ്യലി നമ്മുടെ മലയാളി ആയിക്കോട്ടെ, തമിഴിനെ ആയിക്കോട്ടെ, കന്നഡ ആയിക്കോട്ടെ, തെലുങ്ക് ആളുകളായിക്കോട്ടെ, ഇവരൊക്കെ കാണിക്കുമ്പോൾ ഏതെങ്കിലും ഹിന്ദി ആക്ടറെ വെച്ച് അഭിനയിപ്പിച്ചിട്ട് കുറച്ച് മലയാളം അരിയും ആ ലെവലിലെ കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ടാവും. അല്ലെങ്കിൽ അവരുടെ ആ ഒരു വീടിൻ്റെ പോർട്രയിലായിക്കോട്ടെ, അതൊക്കെ ലോലാക്കുട്ടി എന്ന് പറഞ്ഞ ഒരു ക്യാരക്ടർ ഉണ്ടായിരുന്നു പണ്ട് MTV V ചാനലൊക്കെ. അതുപോലെയുള്ള ഒരു ടൈപ്പ് സാധനമായി പോവാറുണ്ട് പലപ്പോഴും. അതും ഇവിടെ ഉണ്ട് എന്ന് പറയാതിരിക്കാൻ വയ്യ. അതുകൊണ്ട് തന്നെ ഇതിലെ ഡെബ്യൂ ആക്ടറായിട്ടുള്ള വീർ പഹാറിയ എന്ന് പറഞ്ഞ നടൻ ചെയ്തിരിക്കുന്ന ഒരു റോളുണ്ട്. ആ റോള് വേറെ ഏതെങ്കിലും ഒരു മലയാളിയോ അല്ലെങ്കിൽ കറക്റ്റായിട്ട് പറഞ്ഞാൽ ആ റോളിന് ആസ്പദമാവാൻ, അതിൻ്റെ ഇൻസ്പിറേഷൻ ആവാൻ കാരണം ഒരു കൊടക് സ്വദേശിയായിട്ടുള്ള ഒരു റിയൽ ലൈഫ് ഒരു വ്യക്തിയാണ്. അതേപ്പോൾ ഇന്ന് ജീവിച്ചിരിപ്പില്ല. അപ്പോൾ ആ വ്യക്തിനെ പോലെ ഇരിക്കുന്ന ഒരു സൗത്ത് ഇന്ത്യൻ ആക്ടറെ കൊണ്ട് ചെയ്യിപ്പിച്ചിരുന്നെങ്കിൽ അടിപൊളിയായിരുന്നതെന്ന് എനിക്ക് ഫീൽ ചെയ്തു. ഈ നടൻ മോശമായി അഭിനയിച്ചൊന്നല്ല ഞാൻ പറയുന്നത്. പക്ഷേ പൊതുവെ മലയാളത്തിൽ നിങ്ങൾ കണ്ടിട്ടില്ലേ, കീർത്തി ചക്ര സിനിമ എടുത്തു. തമിഴിൻ്റെ റോള് ആരെ കൊണ്ട് അഭിനയിപ്പിച്ചത്? ജീവനെ കൊണ്ട്, ഒരു തമിഴ് ആക്ടറെ കൊണ്ട്. അതുപോലെ ചെയ്തിരുന്നെങ്കിൽ ഇത് വേറെ ലെവൽ സിനിമയായി മാറിയാനേന്ന് എനിക്ക് ഫീലായി. അപ്പോൾ അങ്ങനത്തെ കുറച്ച് കല്ലുകടികൾ എനിക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ പോലും ഞാൻ പറയുകയാണ്, ഈ സിനിമ ഐമാക്സിൽ കണ്ടുകൊണ്ടാണോ എന്നറിയില്ല, വിഷ്വൽ ആൻഡ് സൗണ്ട് ട്രീറ്റ് ആയിരുന്നു. ഇതൊരു വളരെ മികച്ച CGI ഉള്ള സിനിമയൊന്നും അങ്ങനെ ഒന്നും ഞാൻ പറയില്ല. കാരണം ഞാൻ ഓൾറെഡി ടോപ്പ് ഗൺ മാവറിക്ക്, റെഡ് ടൈൽസ്, പേൾ ഹാർബറൊക്കെ കണ്ട് ഇഷ്ടപ്പെട്ടുള്ള ഒരാളാണ്. അപ്പോൾ ആ ഒരു ലെവൽ ഓഫ് ആ ഒരു ക്വാളിറ്റി ഒന്നും നമ്മളിവിടെ പ്രതീക്ഷിച്ചിട്ട് കാര്യമില്ല. ആ ബഡ്ജറ്റ് നമുക്കിവിടെ ഇല്ല. നമുക്ക് ഒരിക്കലും ഈ സിനിമക്ക് കയറാൻ നേരത്ത് ടോപ്പ് ഗൺ മാവറിക്കിൻ്റെ ലെവലൊരു സാധനം വേണമെന്ന് വാശി പിടിക്കാനും പറ്റില്ല. പക്ഷേ ഞാൻ പറയുകയാണ്, ഈ സിനിമയുടെ ബഡ്ജറ്റ് എന്താണെന്ന് എനിക്കൊരു ഐഡിയ ഇല്ല. ഫൈറ്ററിന് ശേഷം ഇത്രയും നല്ല ഏരിയൽ ആക്ഷൻ സീക്വൻസസ് ഉള്ളൊരു സിനിമ ഞാൻ ഇതാണിപ്പോൾ കണ്ടിരിക്കുന്നത്. തേജസ് എന്ന് പറഞ്ഞ സിനിമ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. പക്ഷേ അതിൻ്റെ ഏരിയൽ ആക്ഷൻ സീക്വൻസസ് ഒന്നും എനിക്ക് അത്രയൊക്കെ അങ്ങോട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല. ഈ സിനിമയിൽ ഏരിയൽ ആക്ഷൻ സീക്വൻസസ് വളരെ വൃത്തിക്ക് എടുത്തു വെച്ചിട്ടുണ്ട്. വിത്തിൻ ദ ബഡ്ജറ്റ് ഉണ്ട്. തീർച്ചയായിട്ടും കുറേ ഗ്രാഫിക് എറേഴ്സ് ഉണ്ട്, കുറേ CGI ഇഷ്യൂസൊക്കെ നമുക്ക് ഫീൽ ആവും. ചിലയിടത്ത് ഗെയിം പോലെ ഫീൽ ആവും, ചിലയിടത്ത് ഒരു AI എഫക്റ്റൊക്കെ കിട്ടും. ബാക്ക്ഗ്രൗണ്ടൊന്നും അത്ര ഫിനിഷ് ഇല്ലായ്മയൊക്കെ ഫീൽ ചെയ്യും. പക്ഷേ സെറ്റിട്ടിരിക്കുന്ന ആർട്ട് വർക്ക് ചെയ്ത് ആൾക്കാർ സമ്മതിക്കാതിരിക്കാൻ വയ്യ. കാരണം ആ ഒരു മോഷനും കാര്യങ്ങളും ആ ഒരു ക്യാമറ പ്ലേസ്മെൻറ്റും അതൊക്കെ അടിപൊളിയായിരുന്നല്ലേ. നമ്മൾ ടോപ്പ് ഗൺ മാവറിക്ക് സിനിമ കണ്ടപ്പോൾ കണ്ടിട്ടില്ലേ, പ്ലെയിനിൻ്റെ പുറത്ത് ഒരു പ്രത്യേക ആംഗിളിൽ ഐമാക്സ് ക്യാമറ സെറ്റ് ചെയ്തിരിക്കുന്ന ആ ഒരു വൈബ് ഇതിനകത്തും ഉണ്ടായിരുന്നു. ആ ഒരു കോക്പിറ്റിൽ നിന്നുള്ള പൈലറ്റിൻ്റെ ഫേസ് ചെയ്യുന്ന ക്യാമറ, ആ ബേർഡ് സൈഡ് വ്യൂ സാധനമൊക്കെ അതൊക്കെ ഇതിലും ഉണ്ട്. പക്ഷേ ഇവരുടെ ബഡ്ജറ്റ് ഇതായതുകൊണ്ട് ഇത്രയേ ഉള്ളൂ എന്നേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ എനിക്ക് തീർത്തും കുറ്റം പറയാനും പറ്റില്ല. ഞാൻ ഇതൊക്കെ ആസ്വദിച്ചു തിയേറ്ററിൽ. ഐമാക്സ് ആയതുകൊണ്ടാണോ എന്നറിയില്ല, വീണ്ടും പറയുകയാണ്. ഐമാക്സ് എക്സ്പീരിയൻസിനെ പറ്റി ഞാൻ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറയാം. അതിന് മുന്നേ എനിക്ക് സിനിമയെ പറ്റി സംസാരിക്കണം. സിനിമയിൽ എനിക്ക് തോന്നിയ പ്രശ്നങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഭയങ്കര എൻ്റർടൈനിങ് ആയിട്ട് ഫീൽ ചെയ്തിട്ടുണ്ടെങ്കിലും ഈ സിനിമയെ നമ്മൾ ക്രിട്ടിക്കലായിട്ട് നമ്മൾ അതിനകത്തേക്ക് ചെക്ക് ചെയ്യാൻ പോയാൽ ഒരുപാട് ഇഷ്യൂസ് ഉണ്ട്. പക്ഷേ എനിക്കത് അത്രയൊന്നും എനിക്കിവിടെ പറയാൻ താല്പര്യമില്ല. കാരണം ദിസ് ഈസ് മോർ ഓഫ് ലൈക്ക് എ റെസ്പെക്റ്റ് അല്ലെങ്കിൽ ഹൊമാജ് ടു എ ഫ്യൂ പീപ്പിൾ ഹൂ ഗേവ് ദെയർ ലൈഫ്സ് ഫോർ ഇന്ത്യ ആസ് ആൻ എയർഫോഴ്സ് പൈലറ്റ്. അപ്പോൾ ഇന്ത്യൻ എയർഫോഴ്സിലുള്ള ആ കുറച്ച് വ്യക്തികളെ ഓർത്തിട്ട് ഞാൻ ഇതിൽ ആ ഫോൾട്ട് ക്ഷമിക്കുകയാണ്. ഞാൻ അങ്ങനെ പറയണം. കാരണം
നമ്മൾ മേജർ പോലെയുള്ള ഒരു സിനിമ, മേജർ സന്ദീപ് ഉണ്ണികൃഷ്ണനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു സിനിമ കാണാൻ പോകുമ്പോൾ അവിടെ കുറ്റം ചെയ്യാൻ പോയാൽ ഉണ്ടാവും. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഫാമിലിക്ക് ആ സിനിമ കാണുമ്പോൾ കിട്ടുന്ന ഒരു ഫീലുണ്ട്, അതിൻ്റെ ഒരു ചെറിയ ഫീല് നമുക്കും കിട്ടും. അത് കിട്ടിയ ആ സിനിമ വിജയിച്ചു എന്നാണ് എൻ്റെ ഒരു ഫീലിങ്. മേജർ എന്നുള്ള സിനിമ കണ്ടപ്പോൾ എനിക്ക് വന്ന സങ്കടം അതായിരുന്നു. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു, പക്ഷേ അധികം പേര് അത് സിനിമ കണ്ടില്ല. അപ്പോൾ ആ സിനിമക്ക് കിട്ടാത്ത അംഗീകാരം ഈ സിനിമക്കെങ്കിലും കിട്ടട്ടെ എന്ന് ഞാൻ വിചാരിക്കുന്നു. അതുകൊണ്ട് ഒരുപാട് നെഗറ്റീവ് പറഞ്ഞാൽ ചിലപ്പോൾ ഈ സിനിമ തിയേറ്ററിൽ പോയി കണ്ടില്ല എന്ന് വരും. അപ്പോൾ ഇതിൻ്റെ നെഗറ്റീവ്സ് ഉണ്ടെങ്കിലും എനിക്കത് അത്ര ചകഞ്ഞ് പറയാൻ തോന്നുന്നില്ല. എനിക്ക് അദ്ദേഹത്തിൻ്റെ ഫാമിലിയോട് എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ എനിക്ക് ചെയ്യാൻ പറ്റുന്നത് ഈ സിനിമ മാക്സിമം ആൾക്കാർ പോയി ആ തിയേറ്ററിൽ കണ്ട് അദ്ദേഹത്തിൻ്റെ ഫാമിലിക്ക് എന്തെങ്കിലും ഒരു സന്തോഷം വന്നാലോ അല്ലെങ്കിൽ ഒരു സഹായമായാലോ ഈ സിനിമ ഭയങ്കര വിജയമാകുമ്പോഴേക്കും അതിൻ്റെ ഒരു ചെറിയൊരു പങ്ക് അവർക്ക് കിട്ടിയാലോ ഐ ആം ഹാപ്പി. അതുകൊണ്ട് മാത്രം ഞാൻ ഇതിലെ ആ ഒരുപാട് ഫ്ലോസ് കണ്ട സാധനങ്ങളൊന്നും ഞാനിവിടെ പറയാൻ പോകുന്നില്ല. തീർച്ചയായിട്ടും നിങ്ങൾ തിയേറ്ററിൽ പോയി കാണുമ്പോൾ എന്നെപ്പോലെ ഇത്രയൊന്നും ഈ സിനിമയുടെ പല ടെക്നിക്കൽ ആസ്പെക്റ്റിലേക്കോ അതിൻ്റെ ഗ്രാഫിക്സോ CGI അല്ലെങ്കിൽ ഇതിലേക്കോ ഒന്നും ചെയ്യാൻ പോകുന്നില്ല. അതുകൊണ്ട് തന്നെ ഞാനൊരു കാര്യം പറയാം, നിങ്ങൾ ഈ സിനിമ കാണേണ്ടത് ഐമാക്സിലാണ്. ഐമാക്സിൽ കണ്ട ആ വിഷ്വലിൻ്റെ ഓഡിയോ ട്രീറ്റ് കിടിലായിട്ട് എൻജോയ് ചെയ്യും. നിങ്ങൾക്ക് ആ വൈബ് കിട്ടും. ഈ സിനിമയുടെ ഡയറക്ടേഴ്സ് ഉദ്ദേശിച്ചിരിക്കുന്ന ആ ഒരു വൈബ് ഇത് തികച്ചും ഒരു പെർഫെക്റ്റ് റിപ്പബ്ലിക് ഡേ പടമാണ്. റിപ്പബ്ലിക് ഡേ ആയിക്കോട്ടെ, ഇൻഡിപെൻഡൻസ് ഡേ ആയിക്കോട്ടെ, എപ്പോഴും എല്ലാ കൊല്ലവും ആ ഒരു ടൈമിൽ കുറച്ച് സിനിമകൾ വരും. ഇപ്പോൾ പൊങ്കലിന് കുറച്ച് സിനിമ ഇറക്കുന്ന പോലെ, ദീപാവലിക്ക് ഒരു സിനിമ ഇറക്കുന്ന പോലെ, ഓണത്തിന് ഇറക്കുന്ന പോലെ ഒരു ആഘോഷ പടം ലെവലിലാണ് ഈ സിനിമ ഇറക്കിയിരിക്കുന്നത്. തീർച്ചയായിട്ടും അവർക്ക് അതിൻ്റേതായിട്ടുള്ള ഒരു ബിസിനസ് പരമായിട്ടുള്ള ആസ്പെക്റ്റ് ഉണ്ടാവാം. അതുകൊണ്ടാണ് ഈ ടൈമിൽ തന്നെ ഇങ്ങനത്തെ സിനിമ ഇറക്കുന്നത്. പക്ഷേ ആസ് ആൻ ഓഡിയൻസ് നമ്മളവിടെ കാണാൻ പോകുമ്പോൾ നമുക്ക് ആ ഒരു വൈബിൽ ചെന്ന് അവിടെ ഇരിക്കുമ്പോൾ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന കുറച്ച് സാധനങ്ങളുണ്ട്. അത് കിട്ടിയാൽ നമുക്ക് സന്തോഷമല്ലേ? അതൊക്കെ എനിക്കും കിട്ടി. ഞാൻ എക്സ്പെക്റ്റ് ചെയ്തത് നല്ല അടിപൊളി കുറച്ച് ആക്ഷൻ, അത്യാവശ്യം ഒരു പേട്രിയോട്ടിസം ഉളവാക്കുന്ന സാധനങ്ങൾ, കുറച്ച് ഡാൻസും പാട്ടും അല്ലെങ്കിൽ അങ്ങനെ ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇതെല്ലാം പെർഫെക്റ്റ് ആണെന്ന് വെച്ചാൽ ഒന്നും പെർഫെക്റ്റ് ഇല്ല. പക്ഷെ എന്നാലും ദിസ് വാസ് എൻ എൻജോയബിൾ വാച്ച്. വാട്ട് ഇസ് സിനിമ? ഇറ്റ് ഈസ് എ ഫോം ഓഫ് എൻ്റർടൈൻമെൻറ്റ്. അത് എൻജോയ് ചെയ്യാൻ പറ്റിയ സെറ്റല്ലേ? എനിക്ക് എൻജോയ് ചെയ്യാൻ പറ്റി. അതുകൊണ്ട് തന്നെ ഈ സിനിമ എനിക്ക് സെറ്റാണ്. ഇത് ഏറെ ലെവൽ പടം, ഇത് ടോപ്പ് ഗൺ മാവറിക് ലെവൽ പടം ഒന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ ഇറ്റ് വാസ് തറലി എൻജോയബിൾ. ഇതേ മാഡോക് ഫിലിംസിൻ്റെ മറ്റുള്ള സിനിമകൾ എടുത്ത് നോക്കുക. സ്ത്രീ, നമ്മൾ എന്തിനാണ് സിനിമ കാണാൻ പോയത്? അതൊരു കോമിക് ഹൊററാണെന്നറിയാം. ചെന്നു, കണ്ടു, ആസ്വദിച്ചു, എൻജോയ് ചെയ്തു. എന്തുകൊണ്ടാണ് മുഞ്ചി കാണാൻ പോയത്? അതേ വൈബിൽ തന്നെ. എന്തുകൊണ്ടാണ് സ്ത്രീ 2 കാണാൻ പോയത്? അതേ വൈബ് തന്നെ. ഇതുകൊണ്ട് എന്താ, നമ്മൾ എന്താണോ എക്സ്പെക്ട് ചെയ്യുന്നത് അത് നമുക്ക് അവർ തരുന്നതുകൊണ്ട് നമുക്ക് അത് സിനിമ ഇഷ്ടപ്പെടുന്നു, അത് ബ്ലോക്ക് ബസ്റ്റർ ആവുന്നു. ഇതേ ഫോർമാറ്റാണ് എനിക്ക് ഇതിലും തോന്നിയത്. പിന്നെ ഞാൻ ഒട്ടും എക്സ്പെക്ട് ചെയ്യാത്തൊരു കാര്യമുണ്ട്, അക്ഷയ് കുമാർ ഇത്ര കിടുവായിട്ട് കുറേ നാൾക്ക് ശേഷം അഭിനയിച്ച് കാണും എന്നുള്ളത്. ഞാൻ കാക്കി എന്നുള്ള സിനിമയുണ്ട്, നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്നറിയില്ല. കണ്ടിട്ടില്ലെങ്കിൽ മസ്റ്റായിട്ട് കാണണം. അക്ഷയ് കുമാർ, അജയ് ദേവ്ഗൻ, ഐശ്വര്യ റായ്, അങ്ങനെ ഒരുപാട് പേരുള്ള പടമാണ്. മറ്റേ ദിൽ ഡൂബ കിട്ടില്ല പടമാണ്, വേറെ ലെവൽ പടം. എൻ്റെ അക്ഷയ് കുമാറിൻ്റെ ഏറ്റവും ഇഷ്ടമുള്ള സിനിമകളിൽ ഒന്നാണത്. പിന്നെ മൊഹറ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള പടമാണ്. ചിന്തിക്കാൻ പോയി വേറെ കുറേ പഴമുണ്ട്, പക്ഷെ പെട്ടെന്ന് ഓർമ്മയിലേക്ക് വരുന്നത് ഇതാണ്. പിന്നെ പഴയ റഫ് ആൻഡ് ടഫ് ജീൻസിൻ്റെ ആഡ്. എടീ, നിങ്ങൾക്കൊന്നും ഇപ്പോഴത്തെ 2K അല്ലെങ്കിൽ എന്ത് കിഡ്സ് എന്നാ പറയണത്, ഇപ്പോൾ എന്ത് കിഡ്സും ആയിക്കോട്ടെ, പുതിയ ജെൻസി പിള്ളേർക്ക് അറിയാൻ പാടാത്തൊരു അക്ഷയ് കുമാറുണ്ട്. പുള്ളി കാലത്ത് അങ്ങനത്തെ കുറച്ച് സാധനങ്ങൾ ചെയ്യണം. ഇപ്പോഴാണ് പുള്ളി ധ്യാൻ ശ്രീനിവാസിനെ പോലെ ചവറ് പടങ്ങൾ കയറി അഭിനയിക്കുന്നത്. എല്ലാ പടത്തിനും പോയി തലവെച്ച് കൊടുക്കണം. പണ്ട് അക്ഷയ് കുമാർ അങ്ങനെ അല്ലായിരുന്നു. പുള്ളിയുടെ പീക്ക് അക്ഷയ് കുമാർ ടൈമിൽ കുറച്ച് സാധനങ്ങളുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു അക്ഷയ് കുമാറിനെ എനിക്കിവിടെ കാണാൻ പറ്റി. ഈവൻ റസ്തം എന്നുള്ളൊരു സിനിമ കണ്ടപ്പോൾ ആ അക്ഷയ് കുമാറിനെ ഒരു സൈഡിൽ ഞാൻ കണ്ടിരുന്നു. എന്തായാലും ഈ സിനിമ അതുപോലെയാണ്. അക്ഷയ് കുമാറിൻ്റെ ആ ഒരു കംബാക്ക് എന്നൊക്കെ വേണമെങ്കിൽ പറയാൻ പറ്റും. അങ്ങനത്തെ ഒരു പടമായിട്ടാണ് എനിക്ക് ഫീൽ ആയത്. പക്ഷേ ഞാൻ വീണ്ടും പറയണേ, ഇല്ല, ഡെബ്യൂ നടനായ വീർ പഹാരിയുടെ റോള് ഒരു സൗത്ത് ഇന്ത്യൻ ആക്ടറെ കൊണ്ട് ചെയ്യിപ്പിച്ചിരുന്നെങ്കിൽ കുറച്ചും കൂടി കൺവിൻസിങ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്യാൻ, കുറച്ചും കൂടി റിലേറ്റ് ചെയ്യാൻ പറ്റിയാൽ, കുറച്ചും കൂടി നമുക്ക് ഇമോഷണൽ കണക്ട് കിട്ടിയാനേ എന്നുള്ളൊരു ഫീലിംഗ് എൻ്റെ മനസ്സിലുണ്ട് കേട്ടോ. അപ്പോഴും ഞാൻ പറയണത്, ഞാൻ ഈ സിനിമ ഇരുന്ന് കണ്ടത് നമ്മുടെ 2 സബ്സ്ക്രൈബറായിട്ടുള്ള മച്ചന്മാരുടെ കൂടെയായിരുന്നു. നേരെ സൈഡിൽ അവരും ഇപ്പുറത്തെ സൈഡിൽ എൻ്റെ വൈഫും അമ്മയായിരുന്നു. ഞങ്ങൾ ശരിക്കും എൻജോയ് ചെയ്തേ, നല്ലപോലെ എൻജോയ് ചെയ്തു. സൗണ്ടൊക്കെ കിടുവായിരുന്നു. ഒരു നമ്മുടെ സബ്സ്ക്രൈബറായിട്ടുള്ള മച്ചാൻ ചോദിച്ചൊരു കാര്യമുണ്ട്, ഇവിടെ മുകളിൽ സ്പീക്കർ ഉണ്ടാകുന്നു. മുകളിൽ സ്പീക്കറില്ല, ആകെ ഫുൾ തിയേറ്ററിൽ 6 സ്പീക്കറുള്ളൂ എണ്ണാൻ പോയി കഴിഞ്ഞാൽ. പക്ഷെ വരുന്ന സൗണ്ട് മുകളിൽ നിന്ന് വരുന്നതൊക്കെ തോന്നിപ്പോൾ സീറ്റിൻ്റെ അടിയിൽ നിന്നൊക്കെ സൗണ്ട് വരുന്ന പോലെയാണ് ഏരിയൽ ഫൈറ്റ് സീക്വൻസസിലുള്ള സാധനങ്ങളൊക്കെ. ഒരു പർട്ടിക്കുലർ ഒരു കിഡിലൻ ഏരിയൽ ഫൈറ്റ് സീക്വൻസസ് ഉണ്ട്. ഈ സിനിമയുടെ പ്രത്യേകത തന്നെ എപ്പോഴൊക്കെ ഏരിയൽ ഫൈറ്റ് സീക്വൻസസ് വരുന്നോ, വാർ സീക്വൻസ് വരുന്നോ, എയർ സ്ട്രൈക്ക് വരുന്നോ, അപ്പോഴൊക്കെ പടം എലിവേറ്റ് ചെയ്ത് വേറെ ലെവലിലാണ് നിൽക്കുന്നത്. അത് ഐമാക്സിലും കൂടെ കണ്ടുകൊണ്ട് ഭയങ്കര രസമായിരുന്നു. മാഡ് മാക്സ് പോലത്തെ ഒരു ഗ്രാൻഡ് കാനിയൻ ലെവൽ ഒരു സ്ഥലത്ത്
നമ്മുടെ മാഡ് മാക്സ് ഫ്യൂറി റോഡിൽ ഗ്രാൻഡ് കാനിയൻ കാണിക്കില്ല, അതുപോലത്തെ ഒരു സാധനം ഉള്ളൊരു സ്ഥലത്ത് ഓപ്പോസിറ്റ് സൈഡിൽ നിന്ന് പാകിസ്ഥാൻ്റെ ഒരു ട്രെയിൻ വരുന്നു, ഇപ്പുറത്തെ സൈഡിൽ നിന്ന് ഇന്ത്യയുടെ 2 ഈ ഫൈറ്റർ പ്ലെയിൻസും. വിഷ്വലി നോക്കി കഴിഞ്ഞാൽ നിങ്ങൾ ചെക്ക് ചെയ്യാൻ പോയാൽ അതിനകത്ത് CGI എഫക്റ്റ് പ്രശ്നങ്ങളൊക്കെ ഉണ്ട്, പക്ഷേ അപ്പോഴും അത് എൻജോയബിൾ ആയിരുന്നു. ആ സീക്വൻസ് ഭയങ്കര രസമായിട്ട് ചെയ്തിട്ടുണ്ട്. ചിലവർ വേണമെങ്കിൽ അതിനെ ക്രിട്ടിസൈസ് ചെയ്തുകൊണ്ട് അതൊരു ഗെയിം ലെവൽ ലുക്ക് ഉണ്ടായിരുന്നൊക്കെ പറയാം, ഓക്കെ പറയാം, പക്ഷേ എൻജോയബിൾ ആയിരുന്നു. ഇതുവരെ നമ്മളങ്ങനെ ആ ഒരു വിഷ്വലൈസേഷൻ, ആ ഒരു തോട്ട്, ആ സാധനം ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ ഞാൻ പറയില്ലേ, അത് സ്ത്രീ എന്നുള്ള സിനിമ എടുത്ത് നോക്കി കഴിഞ്ഞാൽ, മുഞ്ചി എന്നുള്ള സിനിമ എടുത്ത് ഇതിലൊന്നും വേറെ ലെവൽ CGI പരിപാടികളൊന്നുമില്ല. മാഡ് ഓഫ് ഫിലിംസിൻ്റെ ഏത് സിനിമ എടുത്ത് നോക്കിയോ, ടോപ്പ് നോച്ച് വേറെ ലെവൽ ഹോളിവുഡ് ലെവൽ CGI ഒന്നുമില്ല, പക്ഷേ ഭയങ്കര എൻ്റർടൈനിങ്ങാണ്. ആ സാധനം ഇവിടെ ഉണ്ടായിരുന്നു. ഇതാണ് എനിക്ക് ഫീൽ ആയത്. പിന്നെ സാറ അലി ഖാൻ, ഐ ആം നോട്ട് എ വെരി ഹ്യൂജ് ഫാൻ ഓഫ് ദാറ്റ് ആക്ട്രസ്. ഈവൻ പുള്ളിക്കാരിയുടെ റോളും ഏതെങ്കിലും ഒരു സൗത്ത് ഇന്ത്യൻ ആക്ട്രസിനെ കൊണ്ട് ചെയ്യിപ്പിക്കാമായിരുന്നു എന്ന് എനിക്ക് തോന്നിപ്പോയി. കാരണം പുള്ളിക്കാരി പോർട്രേ ചെയ്തിരിക്കുന്ന റോൾ ഇസ് എ സൗത്ത് ഇന്ത്യൻ ഗേൾ, ഒരു സൗത്ത് ഇന്ത്യൻ വൈഫായിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. അപ്പോൾ അതൊരു സൗത്ത് ഇന്ത്യൻ ആക്ട്രസിനെ കൊണ്ട് ചെയ്യിക്കണമായിരുന്നു എന്നാണ് എൻ്റെ ഒരു തോട്ട്. നിമ്രത് കൗർ ഓൺ ദ അതർ സൈഡ് അക്ഷയ് കുമാറിൻ്റെ വൈഫായിട്ട് നല്ലതായിരുന്നു. അവർ ഓൾറെഡി എയർലിഫ്റ്റിലൊക്കെ നല്ല കോംബോ ആയിരുന്നു. ഇതിനകത്ത് ആ ഒരു വൈബൊക്കെ തന്നെ ഉണ്ട്. കുറച്ച് മേക്കപ്പ് ഒരു പൊടിക്ക് കുറക്കാമായിരുന്നു എനിക്കൊരു ഫീൽ ഉണ്ടായിരുന്നു. കാരണം ഷീ ഈസ് ഓൾറെഡി വെരി ബ്യൂട്ടിഫുൾ. മേക്കപ്പ് ഇത്ര വേണ്ടായിരുന്നു, ഒരു പൊട്ടിക്ക് കൂടിപ്പോയി എന്നുള്ളൊരു ഒരു അഭിപ്രായം എനിക്കുണ്ട് ഈ സിനിമയിൽ. പിന്നെ ഇവർ കുറച്ച് കാര്യങ്ങൾ മിമിക് ചെയ്യാൻ നോക്കിയിട്ടുണ്ട്. കഴിഞ്ഞ കൊല്ലം ഇറങ്ങിയ ഫൈറ്ററിൽ ഒരു സംഭവമുണ്ട്, അതായത് പാർട്ടിക്ക് പോകുന്നു ഇവർ, മറ്റേ പൊതുവേ ഒരു ആർമി പടം കാണിക്കുമ്പോഴോ എയർഫോഴ്സ് പടമൊക്കെ കാണിക്കുമ്പോൾ അവരുടെ ഒരു ബോൾ റൂം പാർട്ടി ഉണ്ടാവില്ലേ, അപ്പോൾ ആ പാർട്ടിക്ക് പോകുമ്പോൾ ഒരു പാട്ട്, അത് ടിപ്പിക്കൽ ടെംപ്ലേറ്റ് സാധനമാണ് ബോളിവുഡിൽ. അത് ഇതിലും ഉണ്ടായിരുന്നു. പക്ഷേ എനിക്ക് തോന്നിയത് കുറേ പാട്ടുകൾ ഇതൊക്കെ എവിടെയോ കേട്ട പോലെ. പണ്ടൊരു ഇമ്രാൻ ഹാഷ്മിയുടെ ഒരു സിനിമ ഉണ്ടായിരുന്നു വിത്ത് വിദ്യാ ബാലൻ, അതിനകത്തൊരു പാട്ട് ഇതേ മ്യൂസിക് ഇതിനകത്തുണ്ട്. ഞാൻ ഈ മ്യൂസിക് കമ്മി ചെയ്തത്, നിങ്ങൾ ഈ സിനിമ കാണാൻ പോകുമ്പോൾ നിങ്ങൾക്ക് ഇതേ മ്യൂസിക് അവിടെ അടിക്കും. സ്പീക്കിംഗ് ഓഫ് ദാറ്റ്, ഈ മ്യൂസിക് ചെയ്തിരിക്കുന്നത് ഇതിനകത്ത് 2 മ്യൂസിക് ഡയറക്ടേഴ്സ് ഉണ്ട്. ഒരാൾ തനീഷ് ബാഗ്ചി, രണ്ടാമത്തെ ആളാരാന്നറിയാമോ, നമ്മുടെ സ്വന്തം കൊച്ചിക്കാരനായ, പറയുമ്പോൾ എനിക്ക് രോമാഞ്ചം വരുന്നത്, കൊച്ചിക്കാരനായ ജസ്റ്റിൻ വർഗീസ്. നമ്മുടെ സ്വന്തം ജസ്റ്റിൻ വർഗീസ് ഇതിനകത്ത് ബാക്ക്ഗ്രൗണ്ട് സ്കോർ ചെയ്തിട്ടുണ്ട്. ഇവിടെ രോമാഞ്ചം ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ആയിരുന്നു. എന്തൊക്കെ പറഞ്ഞാലും എവിടെ നിന്ന് എടുത്തിട്ടുണ്ടോ എന്നാണ് അതൊന്നും അറിയില്ല, ആരെ ഏതൊക്കെ ചെയ്തു അതൊന്നും എനിക്കറിയില്ല. പക്ഷേ കിടിലൻ രോമാഞ്ചിഫിക്കേഷൻ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഇതിനകത്ത് ഉണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെ ഒരു പേട്രിയോട്ടിക് പടം കാണുമ്പോൾ നമുക്ക് എന്ത് കിട്ടണം? രോമാഞ്ചം വരണം. അല്ലാതെ നമുക്ക് ബോളിവുഡിൽ നിന്ന് നമുക്ക് അമരം പോലത്തെ ഒരു സിനിമ പ്രതീക്ഷിക്കാൻ പറ്റുമോ? പറ്റില്ല. പക്ഷേ അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് തമിഴ് നാട്ടിൽ നിന്നുള്ളൊരു ഡയറക്ടർ പോയിട്ട് എന്തെടുക്കുന്നത്, ഷേർഷ എടുത്ത് വെക്കുന്നത്. ഷേർഷ വേറെ റേഞ്ച് പടം എന്നാണ് എൻ്റെ അഭിപ്രായം. ഉറി കിടിലം പടം. മിഷൻ കാശ്മീർ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എന്തൊക്കെ അതിനകത്ത് ബോളിവുഡ് എലമെൻറ്റ്സ് ഉണ്ടെന്ന് പറഞ്ഞാലും കിടിലം പടമായിട്ട് തോന്നിയൊരു സിനിമയാണ് മിഷൻ കാശ്മീർ എനിക്ക്. അങ്ങനെ നോക്കാൻ പോയി ഇടിവെട്ട് കുറേ പടങ്ങളുണ്ട് ബോളിവുഡിൽ. ലക്ഷ്യ, ഫർഹാൻ അക്തർ എടുത്തിട്ടുള്ള വൺ ഓഫ് ദ ബെസ്റ്റ് പടം വിത്ത് ഹൃത്തിക് റോഷൻ. കിടിലം പടമായിരുന്നു, അന്യ മ്യൂസിക്കൊക്കെ ആയിരുന്നു. അപ്പോൾ ഞാൻ പറയുന്നത് ഇതുപോലെ കുറേ സിനിമകളുണ്ട്. പട്ടാളപ്പടങ്ങൾ നോക്കാൻ പോയാൽ ഇഷ്ടംപോലെ ഉണ്ട്. നമ്മുടെ നാട്ടിൽ കീർത്തിയക്കറുണ്ട്, അങ്ങനെ ഇഷ്ടം പോലെ സിനിമകളുണ്ട്. ഇതൊക്കെ ബേസിക്കലി എന്താ ചെയ്യേണ്ടത്? അത് കാണാൻ നമുക്ക് രോമാഞ്ചം വരണം. അത് നമുക്ക് വന്ന് നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള ആർമി, എയർഫോഴ്സ്, നേവി ഏറ്റവും ഇഷ്ടപ്പെട്ട അതിനെ ബേസ് ചെയ്തിട്ടുള്ളൊരു സിനിമ ഉണ്ടെങ്കിൽ ഏതാണെന്ന് കമൻറ്റ് ചെയ്യുക. എനിക്കറിയാൻ ഭയങ്കര ആഗ്രഹമുണ്ട്. ഞാൻ ഏതെങ്കിലും കാണാൻ വിട്ടുവരുന്നത് അത് കാണണമല്ലോ, അതും കൂടി ഓർത്തിട്ടാണ്. എന്തായാലും ഈ സിനിമ ഐ തറലി എൻജോയ്ഡ് ഇൻ ഐമാക്സ്. പിന്നെ ആസ് എ ചെറി ഓൺ ടോപ്പ് കിടിലിന് എനിക്കൊരു ഓഫറും കൂടി കിട്ടി. എനിക്ക് മാത്രം പക്ഷേ ആ ഓഫർ കിട്ടിയുള്ളൂ എൻ്റെ ഫാമിലിയിൽ നിന്നും. അതെങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഞാൻ സിനിമ കുറച്ച് നാൾക്ക് മുന്നേ ബുക്ക് ചെയ്യണം, കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ. ആ ടൈമിൽ ഒരു ഓഫർ ഉണ്ടായിരുന്നു, 250 രൂപ ഫ്ലാറ്റ് ഓഫ്. നിങ്ങളുടെ ടിക്കറ്റ് പ്രൈസ് എത്ര ആയിക്കോട്ടെ 250 രൂപ വരെ നിങ്ങൾക്ക് ഫ്ലാറ്റായിട്ട് ഓഫായി കിട്ടുമെന്ന്. അപ്പോൾ 340 റുപ്പീസിൻ്റെ ടിക്കറ്റ് പ്ലസ് ബുക്കിംഗ് ചാർജ് ഇൻ ബുക്ക് മൈ ഷോയ്ക്ക് ശേഷം എനിക്ക് ആ ഫ്ലാറ്റ് ഓഫറും കൂടി കിട്ടിയായിരുന്നു 250. എനിക്ക് 137 രൂപ ആയുള്ളൂ ഈ സിനിമ കാണാൻ. പിന്നീട് ഞാൻ അമ്മയ്ക്കും അനുഭയ്ക്കുമായിട്ട് ടിക്കറ്റ് എടുത്തത്, കാരണം അവർ പിന്നീടാണ് മഞ്ഞെന്ന് പറഞ്ഞത്. ആ തീരുമാനം അവരെടുത്തത് പിന്നീടാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് ടിക്കറ്റ് എടുക്കാൻ തന്നപ്പോൾ എനിക്ക് ആ ഓഫർ കിട്ടിയില്ല. അവർക്ക് അതുകൊണ്ട് തന്നെ മുഴുവൻ പൈസ എനിക്കായി വിത്ത് ബുക്കിംഗ് ചാർജ്. എന്നിട്ടും എനിക്ക് അതിനകത്ത് സിനിപോളിസിൻ്റെ ആപ്പ് വഴി ബുക്ക് ചെയ്തുകൊണ്ട് അതിനകത്ത് കുറച്ച് എനിക്കൊരു എമൗണ്ട് കിടപ്പുണ്ടായിരുന്നു. ഈ പോയിൻറ്റ്സ് കയറുന്ന പരിപാടിയുണ്ട് സിനിപോളിസിൽ. അതിൽ നിന്ന് ഒരു 57 രൂപ എനിക്ക് ഡിസ്കൗണ്ട് ഇട്ട് 700 സംതിങ് രൂപയാണ് ആയത്. എനിക്ക് എൻ്റെ ടിക്കറ്റ് എടുത്തപ്പോൾ എനിക്ക് ഭയങ്കര ഒരു അടിപൊളി ഓഫർ കിട്ടിയത് 137 രൂപയ്ക്ക്. ഈ സിനിമ ഇൻ ഐമാക്സ് വാസ്
കിട്ടുമായിരുന്നു. ഇത് ഒരു ഒഫീഷ്യലി ഐമാക്സ് DMR ചെയ്തിരിക്കുന്ന ഒരു സിനിമയും കൂടിയാണ്. അതായത് ഐമാക്സ് ഈ സിനിമ എടുത്തിട്ട് കുറച്ചും കൂടി എൻഹാൻസ് ചെയ്യും സൗണ്ടും കാര്യങ്ങളൊക്കെ വിഷ്വലും ഒക്കെ. അത് കാണാണ്ടായിരുന്നു ഷാർപ്നെസ് ഓഫ് ദിസ് മൂവി. ക്ലോസപ്പ് ഷോട്ട്സിൽ ഷാർപ്നെസ് ഒക്കെ ഓരോ ടെക്സ്ചർ, സ്കിൻ ടെക്സ്ചർ, ഡ്രസ്സിലെ ടെക്സ്ചർ, ഹെൽമെറ്റിൻ്റെ ടെക്സ്ചറൊക്കെ കിട്ടുമായിട്ട് കാണാൻ പറ്റുമായിരുന്നു. വൈഡ് ആംഗിൾ ഷോട്ടിൽ അത് കാണാൻ പറ്റുന്നില്ലായിരുന്നു. അത് സിനിമയുടെ കുഴപ്പമാണ്. അത് എടുത്തു വെച്ചപ്പോൾ തന്നെ വൈഡ് ആംഗിൾ ഷോട്ടിൽ ലെൻസസ് യൂസ് ചെയ്തിരിക്കുന്നതിൻ്റെ ഫ്രിഞ്ചിങ്ങും കാര്യങ്ങളൊക്കെ വരുന്നത്, അതൊന്നും ഒരു പരിധി വിട്ട് ഐമാക്സിന് പോലും ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഞാൻ കണ്ടിരിക്കുന്ന ഒരു പ്രോബ്ലമാണ് അത് ഇന്ത്യൻ സിനിമയിൽ. ക്ലോസപ്പ് ഒക്കെ കിടില ലെൻസുകളൊക്കെ വെച്ചെടുക്കും. വൈഡ് ആംഗിളിൽ വരുമ്പോഴേക്കും ലെൻസിന് ഭയങ്കര ഫ്രിഞ്ചിങ്ങോ എഡ്ജ് ഗോസ്റ്റിങ് അങ്ങനെ പല സാധനങ്ങളൊക്കെ കാണാറുണ്ട്. അത് തെറ്റ് പറയാൻ പറ്റില്ല. ഈ വൈഡ് ആംഗിൾ ലെൻസിനൊക്കെ മുട്ടിഞ്ഞ റെൻ്റായിരിക്കും പ്രൈസ്. എന്തായാലും ഈ സിനിമ ഒരു സ്കോപ്പ് റേഷ്യോ മൂവിയാണ്. ഫ്ലാറ്റ് റേഷ്യോ ഐമാക്സ് റേഷ്യോ പടമല്ല. ഇതൊരു DMR ചെയ്തിരിക്കുന്ന പടമാണ്. ഫിലിംഡ് ഫോർ ഐമാക്സ് അല്ല, എക്സ്പീരിയൻസ് ഇൻ ഐമാക്സ് ആണ്. പക്ഷെ എന്നാലും ഞാൻ പറയാണ്, നല്ല എൻ്റർടൈനിങ് ആയിരുന്നു ഈ സിനിമ. ദാറ്റ്സ് വാട്ട് മാറ്റേഴ്സ് ടു മീ വെൻ ഐ ഗോ വാച്ച് എ മൂവി. ഒരു സിനിമ കൊണ്ട് നമുക്കത് ഫീൽ ആയിക്കഴിഞ്ഞാൽ ആ സിനിമ വിജയിച്ചു എന്നാണ് എൻ്റെ അർത്ഥം. അത് സങ്കടം ആയിക്കോട്ടെ, അതെന്ത് ഫോം ഓഫ് ഫീലിംഗ് ആയിക്കോട്ടെ, റൊമാൻസ് ആയിക്കോട്ടെ. നമുക്കൊരു സിനിമ കണ്ട് ഭയങ്കര റൊമാൻറ്റിക്കൽ, എൻ്റെ ഭാര്യ ഒന്ന് കെട്ടിപ്പിടിച്ച് നോക്കാൻ തോന്നിക്കഴിഞ്ഞാൽ ഓക്കെ, ദാറ്റ് മീൻസ് ദാറ്റ് ഫിലിം വർക്ക്ഡ് ഫോർ മീ. അങ്ങനെ ഒരു ഫീലിംഗ് വെച്ച് നോക്കുമ്പോൾ ഇത് അടിപൊളിയായിരുന്നു. ഇറ്റ് ഹാസ് ഇറ്റ്സ് ഫോൾട്ട്, ഇറ്റ് ഹാസ് ഇറ്റ്സ് ഡൗൺ മൊമെൻറ്റ്സ്. കുറച്ച് ലാഗ് എനിക്ക് സെക്കൻഡ് ഹാഫിൽ ഫീൽ ചെയ്തു. ഫസ്റ്റ് ഹാഫ് ക്രിസ്പ് ആൻഡ് ക്ലിയർ ആയിട്ട് പോയി. സെക്കൻഡ് ഹാഫിൽ കുറച്ച് ലാഗ് ഫീൽ ചെയ്തു. പക്ഷേ അക്ഷയ് കുമാർ ഹാസ് ഡൺ ഇറ്റ് ആഫ്റ്റർ എ ലോങ് ടൈം. കുറേ നാൾക്ക് ശേഷം അക്ഷയ് കുമാറിൻ്റെ ഒരു നീറ്റ് പെർഫോമൻസ് കാണാൻ പറ്റി. ഇതൊക്കെയാണ് എനിക്ക് സിനിമയിൽ ഇഷ്ടപ്പെട്ടത്. അപ്പോൾ അക്ഷയ് കുമാറിൻ്റെ കൂടെ സൗത്ത് ഇന്ത്യയിൽ ഏതെങ്കിലും ഒരു ആക്ടർ ആയിരുന്നു ഇത് ചെയ്തിരുന്നെങ്കിൽ അത് കുറച്ചുകൂടി രസമായിരുന്നേനെ. എൻ്റെ മനസ്സിലേക്ക് ഇപ്പോൾ ഒരുപാട് പേരുടെ പേര് വരുന്നുണ്ട്. നിങ്ങൾക്ക് എന്ത് തോന്നുന്നു, ഈ ഒരു റിയൽ ലൈഫ് ക്യാരക്ടറിനെ സൗത്ത് ഇന്ത്യയിൽ നിന്ന് ആർക്കായിരിക്കും ചെയ്യാൻ പറ്റുന്നത്? അക്ഷയ് കുമാറിൻ്റെ കൂടെ നിന്നുകൊണ്ട് ഇത്രയും നല്ലൊരു ബഡ്ജറ്റ് മൂവിയിൽ അടിപൊളിയായിട്ട് പെർഫോം ചെയ്യാൻ നിങ്ങൾക്ക് പറ്റും എന്ന് തോന്നുന്ന ഒരു ആക്ടറിൻ്റെ പേരും കൂടെ ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. ഈ ഒരു വീർ പഹാരി ചെയ്ത ആ ഒരു ക്യാരക്ടർ, കൊടകുകാരനായിട്ടുള്ള ഒരു കന്നഡികയായിട്ടുള്ള ഒരു സൗത്ത് ഇന്ത്യൻ ആയിട്ടുള്ള റിയൽ ലൈഫിൽ ജീവിച്ചിരുന്ന അദ്ദേഹത്തിൻ്റെ ആ ക്യാരക്ടർ ആർക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളത്. അപ്പോൾ എൻ്റെ അഭിപ്രായത്തിൽ നിങ്ങൾ ആദ്യം കയറിയ ആളെപ്പറ്റി അല്ലെങ്കിൽ ഇതിന് ഈ എയർ സ്ട്രൈക്കിന് ഇൻസിഡൻസ് അല്ലെങ്കിൽ ഈ 1960 നടന്ന ഈ ഇൻസിഡൻറ്റ് ഒന്നും ചെക്ക് ചെയ്യാൻ പോകണ്ട. നിങ്ങൾ പോയി സിനിമ കാണുക. അതിന് ശേഷം പിന്നീട് നിങ്ങൾ കാര്യങ്ങൾ അറിഞ്ഞാൽ മതി. ഈ സിനിമ കണ്ടതിന് ശേഷം ലാസ്റ്റ് എഴുതി കാണിക്കും ആരാണെന്നൊക്കെ, ഫോട്ടോസ് ചെയ്തും കാണിക്കുന്നുണ്ട്, കുറച്ച് സ്ലൈഡ്സൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഷേർഷ കണ്ടപ്പോൾ ഉണ്ടായിരുന്ന അല്ലെങ്കിൽ അമര കണ്ടപ്പോൾ ഉണ്ടായിരുന്ന ആ ഒരു ഫീലിംഗ് നിങ്ങൾക്ക് ഇവിടെയും വരും, തീർച്ചയായിട്ടും വരും. കാരണം നമ്മുടെ നാടിന് വേണ്ടി ബലി അർപ്പിച്ച ഒരു ഓഫീസറിനെ കാണുമ്പോൾ നമുക്ക് റെസ്പെക്റ്റും സങ്കടവും എല്ലാം, ഇറ്റ് ഈസ് എ മിക്സ് ഓഫ് എവറിത്തിങ്. അപ്പോൾ അദ്ദേഹത്തിനെ ആദരിച്ചുകൊണ്ട് ചെയ്തിരിക്കുന്ന ഒരു സിനിമ എന്നുള്ള നിലയ്ക്കാണ് ഞാൻ പല കാര്യങ്ങളിലൂടെ പറയാതിരിക്കുന്നത്. എനിക്ക് വിയോജിപ്പുള്ള കുറേ കാര്യങ്ങൾ സിനിമയിൽ ഉണ്ടായിരുന്നു, കുറച്ച് സംഭവങ്ങളുണ്ട്. പക്ഷേ അതൊന്നും ഞാൻ ഇവിടെ പ്രകടിപ്പിക്കുന്നില്ല. കാരണം ആ ഒരു മൈൻഡിലല്ല ഞാൻ ഈ സിനിമയെ കാണാൻ ഉദ്ദേശിക്കുന്നത്. അത് മാത്രമല്ല, ഞാൻ അത് ഇനി പറഞ്ഞിട്ട് ആരെങ്കിലുമൊക്കെ ഈ സിനിമ മിസ് ചെയ്യേണ്ടെന്നും കൂടെ എനിക്കൊരു ആഗ്രഹമുണ്ട്. എൻ്റെ അഭിപ്രായത്തിൽ ഇത് തിയേറ്ററിൽ കാണേണ്ട പടമാണ്. ഇത് കണ്ട് ഇഷ്ടപ്പെടണമെന്നുണ്ടെങ്കിൽ തിയേറ്ററിൽ തന്നെ കാണുകയും ചെയ്യണം. എൻ്റെ അഭിപ്രായത്തിൽ ഞാനൊരു ഹൃത്തിക് റോഷൻ ഫാൻ ആയതുകൊണ്ടാണെന്നറിയില്ല, കഥ വൈസ് നോക്കുമ്പോൾ ഇതാണ് കുറച്ചുകൂടി നല്ല സിനിമയെങ്കിലും എനിക്ക് കുറച്ചും കൂടി പ്ലേസിംഗ് ആയിട്ട് ഫീൽ ചെയ്തത് ഫൈറ്ററാണ്. മേ ബി സിൻസ് ഐ എം എ ഹാർഡ് കോർ ഹൃത്തിക് റോഷൻ ഫാൻ. പക്ഷേ ഒരുപാട് ആൾക്കാർക്ക് ഇന്നലെ സിനിമ കണ്ടവർ എന്നോട് സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞത് അവർക്ക് ഫൈറ്ററേക്കാളും ഈ സിനിമ ഇഷ്ടപ്പെട്ടു എന്നുള്ളതാണ്. അപ്പോൾ മേ ബി അതാണ്, അവർക്കാർക്കും ആ ഹൃത്തിക് റോഷൻ എന്നുള്ള ഒരു ആരാധന ഫാക്ടർ അവിടെ കിടക്കുന്നില്ല, അതുകൊണ്ടാവാം. ദിസ് വാസ് തർലി ആൻഡ് ഇംപ്രസീവ് മൂവി ഇൻ ഐമാക്സ്. ഐമാക്സിൽ കിട്ടും. ഞാൻ കുറച്ച് സാമ്പിൾ ഇടാം ഗൂഗിൾ ഡ്രൈവിൽ, ഒന്ന് കണ്ടു നോക്ക്. കിട്ടില്ല അടിപൊളി DMR തന്നെയായിരുന്നു. എൻ്റെ ഒരു സജഷൻ എന്ന് വെച്ചാൽ ഇതുപോലുള്ള ഏരിയൽ ആക്ഷൻ സീക്വൻസസ് ഒക്കെ വരുന്ന സിനിമകൾ എടുക്കുമ്പോൾ ഇനി തൊട്ട് നിങ്ങൾ ഐമാക്സ് ക്യാമറ തന്നെ എടുക്കാൻ നോക്കുക, ഇഫ് യു ഹാവ് ദ ബഡ്ജറ്റ്. അതാണ് എൻ്റെ ഒരു ആഗ്രഹം ഞാൻ പ്രകടിപ്പിക്കുന്നത്. വീണ്ടും ഒരു കാര്യം പറയാം, നിങ്ങളൊരു ടോപ്പ് ഗൺ മാവറിക്കോ അല്ലെങ്കിൽ ബ്ലൂ ഏഞ്ചൽസോ അല്ലെങ്കിൽ റെഡ് ടെയിൽസോ അല്ലെങ്കിൽ നമ്മുടെ പസഫിക് പേൾ ഹാർബർ ഒന്നും പ്രതീക്ഷിച്ച് പോകരുത്. അത് ഹോളിവുഡ് പടം, അന്ത ലെവൽ ബഡ്ജറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന സാധനം. ഇതല്ല, ഇതൊരു ഇന്ത്യൻ പടം. അപ്പോൾ അങ്ങനെ നിങ്ങൾ കാണണം, അല്ലാതെ മറ്റേതിനെ വെച്ചിട്ട് കമ്പയർ ചെയ്യരുത്. ഡയമണ്ടിനെ സ്വർണം വെച്ച് കമ്പയർ ചെയ്യാൻ നിൽക്കരുത്. ഡയമണ്ട് ഹാസ് ദാറ്റ് വാല്യൂ, സ്വർണം ഹാസ് ദിസ് വാല്യൂ. അപ്പോൾ രണ്ടും ഇറ്റ് ഹാസ് ഇറ്റ്സ് വാല്യൂ അറ്റ് ദ റൈറ്റ് പ്ലേസ് ഫോർ ദ റൈറ്റ് തിങ്സ്. അപ്പോൾ അങ്ങനെ കാണാൻ ശ്രമിക്കുക. അങ്ങനെ കണ്ടാൽ നിങ്ങൾക്ക് സിനിമ ഇഷ്ടപ്പെടുന്നതാണ് എൻ്റെ ഒരു വിശ്വാസം കേട്ടോ. ഇതൊക്കെയാണ് എനിക്ക് സിനിമയെ പറ്റി തോന്നിയ കാര്യങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. എന്തായാലും നിങ്ങൾ സിനിമ കണ്ടവരാണെങ്കിൽ പറയാം എങ്ങനെ ഉണ്ടായിരുന്നുള്ള. ഡെഫിനറ്റ്ലി ഐ വുഡ് സേ ഈ അടുത്ത് കണ്ടിട്ടുള്ള അക്ഷയ് കുമാറിൻ്റെ പല അപരാധങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ ദിസ് വാസ് എ ഗ്രേറ്റ് വാച്ച്. എസ്പെഷ്യലി
ദ ഐമാക്സ് എക്സ്പീരിയൻസ്. ഓഫർ എന്തെങ്കിലും കിട്ടുകയാണെങ്കിൽ ഞാൻ എന്തായാലും സോഷ്യൽ മീഡിയയിൽ എൻ്റെ സ്റ്റോറി ആയിട്ടോ റീലായിട്ടോ എന്തെങ്കിലും ആയിട്ട് പോസ്റ്റ് ചെയ്യാം. എന്തെങ്കിലും വരികയാണെങ്കിൽ ഇപ്പോൾ ആ ഓഫർ ലഭ്യമല്ല. എൻ്റെ അമ്മയ്ക്കും വൈഫിന് പോലും അത് കിട്ടിയില്ല. അപ്പോഴേക്കും അത് എന്തോ എനിക്ക് തോന്നുന്നു ഒരുപാട് ആൾക്കാർ ഉപയോഗിച്ച് അത് വേറെ ഔട്ടായി പോയി. എന്തോ ഒരു പ്രശ്നം വന്നു, എന്തോ ടെക്നിക്കൽ എറർ വന്നതാണോ, ശരിക്കും പറഞ്ഞാൽ ഇന്ന് വരെ അത് കിട്ടേണ്ട, ഇന്നോ നാളെ വരെ കിട്ടേണ്ടതാണ്. പക്ഷേ ഇപ്പോൾ ഓവർ യൂസ് ചെയ്തുകൊണ്ടാണെന്നുകൊണ്ട് ആ ഓഫർ ഇപ്പോൾ ഇല്ല എന്നാണ് കാണിക്കുന്നത്. എനിവേസ് ഇറ്റ് വാസ് എ ഗ്രേറ്റ് വാച്ച്. നല്ല രസമായിരുന്നു. വേറെ ലെവൽ പടമൊന്നും ഞാൻ പറയില്ല. എന്നാലും ദ ഐമാക്സ് എക്സ്പീരിയൻസ് ഓഫ് ഇറ്റ് വാസ് കിഡു. ബൈ ബൈ.